MS ഓഫീസ് ടൂൾസ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. എക്സൽ ഫയൽ വേർഡ് ഡോക്യുമെൻറ്റിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നുള്ളത് ഈ വീഡിയോയിലൂടെ നോക്കാം. ഈ എക്സൽ ഫയലിൽ ഇത്രയും പോർഷൻ കോപ്പി ചെയ്യുക. വേർഡ് ഫയൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. ഈ പോയിന്റിൽ വന്ന് ക്ലിക്ക് ചെയ്ത് ലേഔട്ട് എന്ന ഈ ഓപ്ഷനിൽ വരിക. കൺവേർട്ട് ടു ടെക്സ്റ്റ് എന്ന ഇതിൽ ക്ലിക്ക് ചെയ്താൽ പാരഗ്രാഫ്, മാർക്സ്, ടാബ്സ്, കോളംസ്, അതർ 4 ഓപ്ഷൻ കാണാവുന്നതാണ്. ഇതിൽ ആദ്യത്തെ ഓപ്ഷനായ പാരഗ്രാഫ്സ് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഇത് പാരഗ്രാഫ് രൂപത്തിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യും. അടുത്ത ഓപ്ഷനായ ടാബിൽ ക്ലിക്ക് ചെയ്ത് ഒരു ടാബ് രൂപത്തിൽ, റോ ഇല്ലാതെ ഒരു ടാബ് രൂപത്തിൽ ഇവിടെ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ മറ്റൊരു ഓപ്ഷനായ ഒരു കോളം രൂപത്തിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നതിനായി ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഇവിടെ ഓരോ സെൻറ്റൻസിനും ശേഷവും കോമ ക്രിയേറ്റ് ചെയ്ത് കാണാം. ഇതുപോലെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അതർ എന്നീ ഓപ്ഷനിൽ വരിക. ഈ കോളത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഏത് സിമ്പലും അപ്ലൈ ചെയ്ത് ഡോക്യുമെൻ്റായി ഇവിടെ ടൈപ്പ് ചെയ്യുന്നതാണ്. അതിനായി ഇവിടെ ഇൻവെർട്ടഡ് കോമയാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഇൻവെർട്ടഡ് കോമ ഓരോ സെൻറ്റൻസിന് ശേഷവും ഇൻവെർട്ടഡ് കോമയിൽ ഇവിടെ ടൈപ്പ് ചെയ്തേ കാണാം. അതുപോലെ തന്നെ ലേഔട്ടിൽ വരിക. ഇവിടെ നിന്നും സെമിക്കോളൻ അപ്ലൈ ചെയ്താൽ സെമിക്കോളനിൽ ഓരോ സെൻറ്റൻസിന് ശേഷവും സെമിക്കോളനും കാണാവുന്നതാണ്. അതുപോലെ ലേഔട്ടിൽ വരിക. കൺവേർട്ട് ടു ടെക്സ്റ്റ്. ഇവിടെ നിന്നും ഏത് സിമ്പൽ അപ്ലൈ ചെയ്താലും ഇൻറ്റു അപ്ലൈ ചെയ്താൽ ഓരോ സെൻറ്റൻസിന് ശേഷവും ഇൻറ്റു അപ്ലൈ ചെയ്ത് കാണാം. നമുക്ക് ആവശ്യമുള്ള ഏത് സിമ്പലും സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു ഹൈഫൺ ഉപയോഗിച്ച് ചെയ്ത് നോക്കാം. ഓരോ സെൻറ്റൻസിന് ശേഷവും ഇതുപോലെ ടൈപ്പ് ചെയ്യുന്നതാണ്. മറ്റൊരു ഓപ്ഷൻ കൂടി പറഞ്ഞു തരാം. ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് ഇവിടെ നിന്നും ഇത് കോപ്പി ചെയ്യുക. ശേഷം ഇവിടെ വന്ന് പേസ്റ്റ് സ്പെഷ്യൽ എന്ന ഇതിൽ വരിക. ഈ ഓപ്ഷനിൽ വരിക. ഇവിടെ നിന്നും കീപ് ടെക്സ്റ്റ് ഓൺലി എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് ഇതുപോലെ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാതെ വളരെ ഈസിയായി എക്സൽ ഫയൽ വേർഡ് ഡോക്യുമെൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാവുന്ന ഒരു ട്രിക്കാവുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക.